മഹാഗുരുശരണം. ഞാൻ രണ്ടാമത്തെ വീഡിയോ ഇടുകയാണ്. അതിൽ കുറേ ആൾക്കാരുടെ ഒരു സംശയമാണ്. ഇപ്പോൾ ശനീശ്വരൻ, ശനി, രാഹു, കേതു ഗ്രഹങ്ങളെക്കുറിച്ചുള്ളത് അതൊക്കെ ക്ലിയറായിട്ട് പറഞ്ഞു കഴിഞ്ഞു. പിന്നെ ഉള്ള സംശയങ്ങളാണ് ദശാസന്ധി. ഈ ദശാസന്ധിക്ക് എന്ത് ചെയ്യും? ഈ ദശാസന്ധിയുടെ കാര്യത്തിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ദശകൾ നമുക്ക് അനുകൂലമല്ലാന്ന് തോന്നുകയാണെങ്കിൽ ആദിത്യൻ തൊട്ട് ബുധൻ വരെയുള്ള ആദിത്യൻ തൊട്ട് ശുക്രൻ വരെയുള്ള, ശരിക്കും ദശ തുടങ്ങുന്നത് അശ്വതി മകം മൂലം, അശ്വതി നക്ഷത്രം തൊട്ടാണെങ്കിൽ അത് കേതു തൊട്ടാണ് തുടങ്ങുന്നത്. കേതു, ശുക്രൻ, ആദിത്യൻ, ചന്ദ്രൻ, ചൊവ്വ, രാഹു, വ്യാഴം, ശനി, ബുധൻ, ഇങ്ങനെയാണ് ദശകളുടെ നക്ഷത്രം വെച്ചുള്ള ദശകളുടെ ക്രമം. അപ്പോൾ ഏതെങ്കിലും മിക്കവർക്കും ജനന സമയം ബാലാരിഷ്ടത ഉണ്ടാവും. ജനനദശ ബാലാരിഷ്ടത കാണാം ഭൂരിഭാഗം ആൾക്കാർക്കും. ഇല്ലാത്തവരും ഉണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ടുള്ള ദശകളിൽ അരിഷ്ടത കിട്ടിയ ആൾക്കാരുണ്ട്. ചെറുപ്പത്തിലുണ്ടാകുന്നതിനാണ് ബാലാരിഷ്ടത. അത് ജനനത്തിൻ്റെ തുടർച്ചയായിട്ടുള്ള, ജന്മത്തിൻ്റെ തുടർച്ചയായിട്ടുള്ള ചില കാർമ്മികങ്ങളാണ് ബാലാരിഷ്ടതയിൽ വരുന്നത്. അപ്പോൾ ഇതിലെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും ദശാകാലത്തിൻ്റെ പ്രതിവിധികൾ ചോദിക്കുന്നു. ഇതിന് ചെയ്യാവുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ ശരീരം പഞ്ചഭൂതങ്ങളാലുള്ള കാര്യമാണ്. അപ്പോൾ നമ്മുടെ ദശാസമയത്ത് ഏത് ദശയിലൂടെയാണോ നമ്മൾ പോണത്, ഇപ്പോൾ ആദിത്യ, ചന്ദ്രൻ, ഏതാണോ ദശ, ആ ദശയുടെ ആ ഓരോ ദശാനാഥിൻ്റെ ആ ഗ്രഹത്തിൻ്റെ ധാന്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞു. ആ ധാന്യം ഈ ആൾക്കാരെ കൊണ്ട് 5 പിടി വാരിക്കുക. ഇങ്ങനെയും വാരാം, ഇങ്ങനെയും വാരാം. മനസ്സിലായോ? 5 പിടി വാരി വയ്ക്കുക. ഓക്കെ. എങ്ങനെയാണോ വാരിയത് അതുപോലെ കുറേ അത്രയും പിടി. ഇപ്പോൾ ഇങ്ങനെ വാരിയാൽ അങ്ങനെ, ആരാണോ ദശ, ഇപ്പോൾ കുട്ടികളാണെങ്കിൽ കുട്ടികൾ, ചെറിയ കുട്ടികളാണെങ്കിൽ ഒരു 3 വയസ്സ് വരെയുള്ള കുട്ടികളാണെങ്കിൽ അമ്മ ചെയ്താൽ മതി. ഇത് അതിൽ കൂടുതലാണ് കുട്ടികൾക്ക് വാരാൻ പറ്റുമെങ്കിൽ കുട്ടികളെ കൊണ്ട്. അപ്പം നമ്മൾ ഇത് എങ്ങനെ വാരണം? ശരിക്കും വാരേണ്ടത് ഈ 2 കൈ കൊണ്ടാണ് കോരിയാണ് എടുക്കേണ്ടത്. അതിന് പകരം ഇതിൽ സാമ്പത്തികം കൂടിയുണ്ട്. നമ്മുടെ ആ ദശാകാലത്തിൻ്റെ അനുസരിച്ച് പിടിയെടുക്കണം. 2 കൈ കൊണ്ടും ഒരു പാത്രത്തിൽ വെച്ച് കോരിയെടുക്കണം. അപ്പോൾ 5 പിടി ആ ധാന്യം എടുക്കണം. ഇപ്പോൾ ആദ്യത്തെയാണെങ്കിൽ ഗോതമ്പ് എന്ന് പറയുന്നുണ്ടല്ലോ, 5 പിടി ഗോതമ്പ് എടുക്കണം. മനസ്സിലായി? ഗോതമ്പിൽ സൂചി ഗോതമ്പാണ് നല്ലത്. അതാണ് അല്പം ഡിവൈൻ ഗോതമ്പ് എന്ന് വേണമെങ്കിൽ പറയാം. ഗോതമ്പ് എടുക്കണം. അതോടൊപ്പം തന്നെ 5 പിടി ചില്ലറ. അത് എണ്ണാത്ത ചില്ലറയായിരിക്കണം. 50ൻ്റെ പാടില്ല, 50 പൈസ പാടില്ല. 1, 2, 5, 10 തുട്ടുകൾ. ആ തുട്ടുകളും ഈ 5 പിടി മാറ്റണം. എന്നിട്ട് ഇത് ഏതെങ്കിലും ആചാര്യന്മാർക്ക് എന്ന് പറഞ്ഞാൽ യോഗശക്തിയുള്ളവർക്ക്, തപം ചെയ്യുന്നവർക്ക് ഇത് സമർപ്പിക്കുക. എന്നിട്ട് അവരെ കൊണ്ട് ഇവരെ അനുഗ്രഹിക്കാൻ പറയുക. തലയെ തൊട്ട് അനുഗ്രഹിക്കാൻ പറയുക. ഇങ്ങനെ മുകളിൽ ഇങ്ങനെ പത്തി വിടർത്തി അനുഗ്രഹിക്കണമല്ല, തലയെ തൊട്ട് അനുഗ്രഹിക്കാൻ പറയുക. ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട്. മനസ്സിലായോ? അപ്പോൾ ഞാൻ ഈ ധാന്യം മിക്കവരുടെയും ദശാസന്ധി ആണെങ്കിലും ഞാൻ ബ്ലസ് ചെയ്ത് മാറ്റുന്നതാണ്. ഇങ്ങനെ വാങ്ങിക്കാറില്ല. അപ്പോൾ അല്ലാണ്ട് വേറെ ആചാര്യന്മാർക്ക് കൊടുക്കുകയാണെങ്കിൽ ഇത് കൊടുത്തിട്ട് അവരുടെ അടുത്ത് ഇങ്ങനെ ദശാസന്ധിയാണ്, അത് മാറാനായിട്ട് അങ്ങ് അനുഗ്രഹിക്കണം. അമ്പലത്തിൽ അല്ലെ ഇത് സമർപ്പിക്കേണ്ടത്, അദ്ദേഹം കയ്യിൽ വാങ്ങിക്കണം. നമ്മുടെ കാർമ്മിക, ആ ദശാസന്ധിയുടെ കാർമ്മികം അദ്ദേഹം കയ്യിൽ വാങ്ങിക്കണം. അത് പറഞ്ഞു തന്നെ കൊടുക്കണം. മനസ്സിലായ? ഇത് ദശാസന്ധിക്ക് പരിഹാരമായിട്ടാണ് തരുന്നതെന്ന് പറഞ്ഞു കൊടുക്കണം. അത് കയ്യിൽ കൊടുക്കണം. അതോടൊപ്പം തന്നെ ഇത് അതിൻ്റെ യഥാശക്തി, ഇതിപ്പോൾ കോയിൻ അതുപോലെ കൊടുക്കണം. എന്നിട്ട് എന്താണ് നിങ്ങൾ കൊടുക്കുക, 100, 500 അല്ലെങ്കിൽ 100, 200, 500, 1000 എന്താണ് നിങ്ങളെ യഥാശക്തി ദക്ഷിണ കൊടുക്കാൻ ഉദ്ദേശിക്കണം, അത് അതിൻ്റെ പുറകെ കൊടുക്കുക. വേണമെങ്കിൽ കൊടുക്കുക, കൊടുക്കാണ്ടിരിക്കുക. അത് ഓരോരുത്തരുടെയും കൊടുക്കാനുടെയും വാങ്ങണയുടെയും ഇഷ്ടം. ഇത് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ദശാസന്ധി ദോഷങ്ങൾ ഒരു പരിധിയല്ല 90% മാറിക്കിട്ടും. 90% മാറിക്കിട്ടും. ബാക്കി ഒരു 10% നമ്മുടെ ചെറിയ അനുഭവങ്ങളിലൂടെ മാറും. മനസ്സിലായി? പക്ഷേ ശരിക്കും ബ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ, അദ്ദേഹം ബ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ അത് പൂർണ്ണം മാറും. പക്ഷേ അത്രയും ബ്ലസ് ചെയ്ത് എത്ര പേര് എടുക്കും എന്നുള്ളത് കണ്ടറിയണം. കാര്യം അത് കംപ്ലീറ്റ് അവർക്ക് കിട്ടും. മനസ്സിലായോ? ഓക്കെ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ കാര്യത്തിലൊരു ഗൈഡൻസ് തന്നു എന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓൾ ദി ബെസ്റ്റ് ടു ആൾ. താങ്ക് യു ആൾ. നിങ്ങളുടെ സ്വന്തം ശ്രീനിവാസപ്പൈ.